അതിൽ ശ്രീ സേനാപതി വേണു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ലാതിരുന്നത് മഴ ലഭിച്ചതുകൊണ്ടാണെന്നുള്ളതാണ്. അതിലൊരു ചെറിയ പ്രശ്നം ആ വാദഗതിയിലുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഹീറ്റ് വേവ് വന്നതിന് ശേഷം മുഴുവൻ ദിവസങ്ങളിലും നമ്മുടെ ഹൈഡൽ 100%ലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പീക്കിൽ മാത്രമാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ള പദ്ധതികളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് പകൽ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അത് ഒരു തെറ്റായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ DBFO കരാർ സംബന്ധിച്ച് പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. DBFO കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 465 മെഗാവാട്ടിൻ്റെ 4 രൂപ 29 പൈസയ്ക്ക് ശരാശരി ലഭ്യമാകുന്ന വൈദ്യുതിയാണ് 2014 കൊണ്ടുവന്നിട്ടുള്ളത്. ആ കൊണ്ടുവന്ന വൈദ്യുതിക്ക് അന്ന് കൊണ്ടുവരുമ്പോൾ അന്നത്തെ റെഗുലേറ്ററി കമ്മീഷനാണ് അതിന് അംഗീകാരം നൽകേണ്ടത്. അന്നത്തെ റെഗുലേറ്ററി കമ്മീഷണർ ആരായിരുന്നു? TM മനോഹരനായിരുന്നു. അത് UDF സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം ആ അംഗീകാരം കിട്ടാതിരിക്കുകയും ആ അംഗീകാരം കിട്ടാതെ ഇത് മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ചാനലുകളിലെല്ലാം വന്നിരുന്ന് പറയുന്ന ഡോക്ടർ BSO ഉണ്ടല്ലോ, ഈ ഡോക്ടർ BSO ആണ് റെഗുലേറ്ററി കമ്മീഷനിലേക്ക് അടക്കം ഒരു കത്ത് എഴുതുന്നത്. അതായത് ഇതിന് അംഗീകാരം നൽകാതെ അത് റദ്ദ് ചെയ്യണമെന്നും ഇതിന് നടപടിക്രമങ്ങളിൽ പ്രശ്നമുണ്ടെന്നും പറഞ്ഞൊരു കത്ത് എഴുതുന്നത്. പക്ഷേ അങ്ങനെ എഴുതുമ്പോഴും ജനങ്ങൾക്ക് 4 രൂപ 29 പൈസയ്ക്ക് കിട്ടേണ്ട ഒരു വൈദ്യുതിയാണ് യഥാർത്ഥത്തിൽ ആ കത്ത് മൂലം മുടങ്ങിപ്പോകുന്നത്. കാരണം അത് പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് റെഗുലേറ്ററി കമ്മീഷൻ വരുന്നു. റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ നിയമങ്ങളനുസരിച്ച് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അത് അവർ റദ്ദ് ചെയ്യുന്നു. അതൊരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് എന്ന് ഓർക്കുക. അതിനുശേഷം ഗവൺമെൻറ് അവരുടെ അധികാരം ഉപയോഗിച്ച് ഇത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി? അങ്ങനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പം ആ കേസ് സുപ്രീം കോടതിയിലാണ് നിൽക്കുന്നത്. KSEB